നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അന്യഗ്രഹ ജീവൻ. ഈ വിഷയത്തിൽ നിങ്ങൾ തന്ന കുറച്ച് ലേഖനങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ നോക്കുന്നത്. പ്രപഞ്ചം ഇത്ര വലുതല്ലേ, അപ്പൊ നമ്മൾ തനിച്ചാണോ? എവിടെയൊക്കെ ജീവന് സാധ്യതയുണ്ട്? പിന്നെ എങ്ങനെയുള്ള ജീവൻ? തെളിവെങ്ങനെ കണ്ടുപിടിക്കും? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അതെ, ശരി. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാമല്ലേ? ഓക്കെ. ആദ്യം തന്നെ ഈ പ്രപഞ്ചം എത്ര വലുതാണെന്നൊന്ന് ഓർക്കണം. നിങ്ങളുടെ ആ സ്രോതസ്സിൽ പറയുന്ന പോലെ ഏകദേശം 1 കഴിഞ്ഞിട്ട് ഒരു 22 to 24 പൂജ്യം അത്രയും നക്ഷത്രങ്ങളുണ്ടെന്നാ കണക്ക്. അമ്പമ്പോ, ഭയങ്കരം തന്നെ. അതെ. അപ്പോ ഓരോ നക്ഷത്രത്തിനും ഗ്രഹങ്ങളുണ്ടാവാം. അങ്ങനെ വരുമ്പോ കോടാനുകോടി ഗ്രഹങ്ങൾ. ഇവിടെ ഒരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ ഈ ബഹിരാകാശ ഏജൻസികളൊക്കെ, നാസയൊക്കെ, അതെ, നാസ, ESA പോലുള്ളവരെ, അവര് ഈ ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്ന ഒരിടത്താണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ ആ കുറിപ്പിലും ഉണ്ടല്ലോ. തിരച്ചില് കുറച്ചുകൂടി എളുപ്പമാക്കാനാത്. ഈ ഹാബിറ്റബിൾ സോൺ, അതായത് വാസയോഗ്യമായ മേഖല അല്ലേ? അതെ. അപ്പോ ഒരു നക്ഷത്രത്തിൽ നിന്ന് കറക്റ്റ് ദൂരത്തില് വെള്ളം, അതായത് ദ്രാവക രൂപത്തില് വെള്ളത്തിന് നിലനിൽക്കാൻ പറ്റുന്ന ചൂടുള്ളൊരു സ്ഥലം. കൃത്യം. നിങ്ങളുടെ ആ രേഖകളിൽ പറയുന്ന പോലെ കെപ്ലർ 452b, പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രോക്സിമ സെന്റോറി b, ട്രാപ്പിസ്റ്റ് 1 സിസ്റ്റം, ഇതൊക്കെ ഉദാഹരണങ്ങള്. ഇവിടെയാണ് എനിക്ക് കൂടുതൽ ഇത് തോന്നിയത്. ഈ ട്രാപ്പിസ്റ്റ് 1ലെ ഗ്രഹങ്ങളൊക്കെ അടുത്തടുത്താണെന്ന് പറയുന്നുണ്ടല്ലോ. അതെ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ നിങ്ങളുടെ വേറൊരു ലേഖനത്തിൽ പറയുന്നൊരു കാര്യം, ജീവൻ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ, അതായത് ഈ കാർബൺ വെച്ചിട്ട് തന്നെ ആവണമെന്നില്ല. അതും ഒരു സാധ്യതയാണല്ലേ? തീർച്ചയായും. സിലിക്കൺ പോലുള്ള മറ്റു മൂലകങ്ങൾ, അതിനെ അടിസ്ഥാനമാക്കിയുള്ള ജീവൻ, ശാസ്ത്രജ്ഞർ ആ സാധ്യത തള്ളിക്കളയുന്നില്ല. അതുപോലെ വെള്ളത്തിന് പകരം ചിലപ്പോ അമോണിയയോ മീഥേനോ ഒക്കെ ലായകമായിട്ടുള്ള ജീവൻ. ശരിയാണല്ലോ. അപ്പൊ ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം നമ്മൾ ജീവന്റെ നിർവചനം കുറച്ചുകൂടി വിശാലമാക്കിയാൽ ജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന സ്ഥലങ്ങളുടെ എണ്ണം അതൊരുപാട് കൂടും. ടൈറ്റൻ പോലുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള പഠനമൊക്കെ അങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോ ഇങ്ങനെയുള്ള പലതരം ജീവനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ അതെങ്ങനെയാ മുന്നോട്ടു പോകുന്നത്? അതിപ്പോ നിങ്ങളുടെ ഒരു സ്രോതസ്സിൽ വ്യാഴത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, ഫോസ്ഫൈൻ ഗ്യാസ്. ഫോസ്ഫൈൻ, അതൊരു എന്താ പറയാ, കുറച്ച് വിവാദമായ കണ്ടെത്തലാണ്. എന്നാലും ഭൂമിയിലെ ചില ജീവികളാണ് ഈ ഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊരു ചെറിയ സൂചനയായി ചിലരെങ്കിലും കാണുന്നു. പക്ഷേ ഉറപ്പിക്കാറായിട്ടില്ല. ഇല്ലില്ല, ഇനിയും ഒരുപാട് പഠിക്കണം. പിന്നെ ഈ സെറ്റി പ്രൊജക്ട്, അന്യഗ്രഹ സിഗ്നൽ കേൾക്കാൻ കാത്തിരിക്കുന്നത്. അതെ, ഭൂമിക്ക് പുറത്തുള്ള ബുദ്ധിയുള്ള ജീവൻ അവരുടെ റേഡിയോ സിഗ്നലോ ലേസർ സിഗ്നലോ കിട്ടുമോ എന്ന് നോക്കിയിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. നിങ്ങളുടെ ഒരു ലേഖനത്തിൽ അതിനെപ്പറ്റി വിശദമായി പറയുന്നുണ്ട്. അതിന് അതിൻ്റെതായ വെല്ലുവിളികളുണ്ട്. ഒരു സിഗ്നൽ കിട്ടിയാൽ തന്നെ അത് അവരയച്ചതാണോ അതോ പ്രകൃതിയിലുള്ള എന്തെങ്കിലും പ്രതിഭാസമാണോ എന്ന് തിരിച്ചറിയണം. ശരിയാണ്, ദൂരവും ഒരു പ്രശ്നമല്ലേ? വലിയ പ്രശ്നമാണ്. ലക്ഷക്കണക്കിന് വർഷം എടുത്തേക്കാം ഒരു സിഗ്നൽ ഇവിടെ എത്താൻ. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പ്രപഞ്ചം നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം വലുതാണ്. എണ്ണാൻ പറ്റാത്തത്ര നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും. അതെ, ചിലപ്പോൾ അവിടെ ഭൂമിക്ക് സമാനമായ വെള്ളമൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മളെപ്പോലെ ജീവൻ ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ഊഹിക്കാൻ പോലും പറ്റാത്ത തരം ജീവൻ. അതും സാധ്യതയാണ്. ഇതിനൊക്കെയുള്ള തെളിവിനായി നമ്മൾ പല രീതിയിലും നോക്കുന്നുമുണ്ട്. ശരിക്കും എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഈ അറിവുകളൊക്കെ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മൾ ഭൂമിക്ക് പുറത്ത് ജീവനെ കണ്ടെത്തുന്നു എന്ന് വെക്കുക. അതൊരു ചെറിയ ബാക്ടീരിയ പോലെയോ അല്ലെങ്കിൽ കുറച്ചുകൂടി സങ്കീർണമായ എന്തെങ്കിലുമോ? എന്തിന്? നമ്മളെ പോലെ ബുദ്ധിയുള്ള ഒന്നിനെ തന്നെയോ ആകാം. പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ ഒന്നാണെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തൽ അത് നമ്മളെ, മനുഷ്യരാശിയെ എങ്ങനെയായിരിക്കും മാറ്റുക? നമ്മുടെ ശാസ്ത്രം, ഫിലോസഫി, നമ്മുടെ നിലനിൽപ്പ് തന്നെ അതൊക്കെ മാറില്ലേ? ശരിയാണ്, ചിന്തിക്കേണ്ട കാര്യം തന്നെ. അതെ, ആ ഒരു സാധ്യത, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുന്നത് തന്നെ രസകരമാണല്ലേ? പിന്നെ ഓർക്കുക, നമ്മൾ ഈ സംസാരിച്ചതെല്ലാം നിങ്ങൾ നൽകിയ ആ സ്രോതസ്സുകളെ മാത്രം അടിസ്ഥാനമാക്കിയാണ്.